ഹലോ, നമുക്കിതൊരു ഔട്ടിങ്ങിന് പോയാലോ? ഔട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ് കണ്ണ് തുറന്ന് നേരെ അടുക്കളയിൽ വന്നപ്പോൾ നല്ല ചിക്കൻ കറി ഇങ്ങനെ അടുപ്പത്തിരുന്ന് തിളക്കിയാണ്. എന്താ സ്മെല്ല് മോനെ, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തത് കൊണ്ടുപോകാനുള്ള ചോറ് സെറ്റ് ചെയ്തു. മീൻ കറിയും ഇപ്പോൾ നിങ്ങൾ കണ്ട ഇറച്ചിക്കറിയും ചമ്മന്തിയും അച്ചാറും തോരനും എല്ലാം കൂടെ വാഴയിലയിൽ പൊതിഞ്ഞത് ബട്ടർ പേപ്പറാണ്, പേടിക്കേണ്ട, ബട്ടർ പേപ്പറാണ്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് തോരനും മോരുകറി എല്ലാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൊണ്ടിട്ട് അതൊക്കെ പൊക്കിക്കാണ് നല്ലപോലെ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു 8:30 9 മണിയപ്പോൾ ഞങ്ങളൊരു ബേക്കറി നിർത്തി. അവിടെ സാധനങ്ങളൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ചായ കുടിക്കണമായിരുന്നു. പിന്നെ കുറച്ച് നട്ട്സ് സാധനങ്ങൾ മേടിച്ചു, ചായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഈ കാണുന്ന സമൂസ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് പിച്ചി പറിച്ച് അതിനകത്ത് ഏതൊക്കെയുണ്ടെന്നുള്ളത് ചെയ്ത് നോക്കുവാണ്. ടേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ നോക്കുവാണ്. ഉമ്മി എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. കഴിച്ച് നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ചായയും സ്വീറ്റിനൊക്കെ കഴിച്ചു. സ്വീറ്റും നല്ല രസമായിരുന്നു കേട്ടോ. സാധാരണ ഷുഗർ സിറപ്പായിരിക്കുമല്ലോ, അപ്പോൾ ഇതിനകത്ത് ഹണിയാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. അടിപൊളി സാധനം. പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് അരുവിക്കുഴിയിലോട്ടാണ്. അരുവിക്കുഴി ചെന്നു. ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ഇവർ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പാടുപെടുന്നതാണ്, പക്ഷേ അവരവിടെ തന്നെ മാറിയിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ നേരം പിള്ളേരെയൊക്കെ വെള്ളത്തിലൊക്കെ ഇറക്കി. പക്ഷേ അതൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. 2 വട്ടം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടും അത് യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്തു. അതുകൊണ്ട് പിന്നെ പിള്ളേരെ ഞാനത് കാണിക്കുന്നില്ല. പിള്ളേരൊക്കെ ആയിട്ടിരുന്ന് കൂടുതലും ഞങ്ങൾ വെള്ളത്തിൽ കളിച്ചത്, അപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ പഴയ ഇരുന്ന സ്ഥലത്ത് നിന്നും കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ടാണ് വന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇതാണ് നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾ ഒരു വട്ടം കൂടെ വരും. അത് നല്ല മഴയുള്ള സമയത്തായിരിക്കും ഞങ്ങൾ വരുന്നത്. ഒരുപാട് വെള്ളം ഇതിലെ പോകുന്നതൊക്കെ കാണാൻ. ഒരുപാട് മീനുണ്ടായിരുന്നു. ചെമ്മീനൊക്കെ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പതുക്കെ നടക്കുന്നതാണ്. എല്ലാം കുഴഞ്ഞ് മറിഞ്ഞതിന് ശേഷം ഞങ്ങൾ വണ്ടിയിലേക്ക് നടക്കുകയാണ്. ഞങ്ങൾ ഓരോ കുൽഫി മേടിച്ച് കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റുള്ള കുൽഫി ആയിരുന്നു. നല്ല ഏലക്കാടയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണത്തിന് 50 രൂപയാണ്. ഞാൻ വിചാരിച്ചാൽ 15-30 രൂപയായിരിക്കുമെന്ന്, പക്ഷേ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് ഞങ്ങൾ ഒരു പാർക്കിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ പൊതിഞ്ഞു കൊണ്ടുവന്ന ചോറും ഇറച്ചിക്കറിയുടെ എല്ലാം കൂടെ ചേർന്ന് മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളി ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ചമ്മന്തിയും അച്ചാറും ഒക്കെ ഇതിനകത്ത് മാങ്ങാ ചമ്മന്തി ആയിരുന്നു. അതൊക്കെ ഇങ്ങനെ പെരട്ടി വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഓരോ ഉരുള വെച്ചെല്ലാം നല്ലപോലെ കഴിച്ചു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞങ്ങളുടെ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് പോയിട്ട് എല്ലായിടത്തും. സാധാരണ കടയിൽ കയറി ഇറങ്ങി കഴിച്ചാണ് പോകുന്നത്. ഇതൊരു ആഗ്രഹം, അത്രേ ഉള്ളൂ.